ഹലോ. അപ്പോൾ നമുക്ക് ഇന്ന് നടന്നിട്ടുള്ള നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസൺ ആൻഡ് ആൻസർ എന്നാണ്. അതായത് കഥ കേൾക്കുക, ആൻസർ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ഐ ക്യാൻ ഗെറ്റ് ഔട്ട് സെറ്റ് ടിമ്മി. ടിമ്മി പറഞ്ഞു എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ടിമ്മി വാസ് എ ലിറ്റിൽ ആൻഡ് ഹു ലിവ്ഡ് ഇൻ എ ബിഗ് മെഡോ. ടിമ്മി ആരാണ്? ഒരു ചെറിയ ഉറുമ്പാണ്. ഒരു വലിയ പുൽമേട്ടിൽ താമസിക്കുന്ന ഒരു ചെറിയ ഉറുമ്പാണ് ടിമ്മി. വൺ ഡേ എ സ്ട്രോങ് മീൻ ബ്ലൂ ത്രൂ ദ മെഡോ. മെഡോയുടെ അടുത്ത് കൂടി ഒരു വലിയ, അതായത് പുൽമേടിൻ്റെ അടുത്ത് കൂടി ഒരു വലിയ കാറ്റ് വീശി എന്നാണ് പറയണത്. എ ലാർജ് ലീഫ് ഫെൽ ഓൺ ഹിം. ഒരു വലിയ ഇല അവൻ്റെ മുകളിൽ വീണു. ടിമ്മി വാസ് സ്റ്റക്ക് ആൻഡ് ഗോട്ട് വെരി സ്കാഡ്. ടിമ്മി അവിടെ സ്റ്റക്കായി, അവൻ വല്ലാണ്ട് പേടിച്ചു പോയി. ബെല്ല എ ടൈനി ആൻഡ് കളർഫുൾ ബട്ടർഫ്ലൈ. ബെല്ല ഒരു ചെറിയ നല്ല ഭംഗിയുള്ള ഒരു ബട്ടർഫ്ലൈ ആണ്. ഹിയർ ടിമ്മീസ് ക്രൈ. ടിമ്മി കരയുന്നത് അവൾ കേട്ടു. ഷീ ലോട്ട് ഫ്ലട്ടറിങ് അറൗണ്ട് ഫ്ലവേഴ്സ് ആൻഡ് പ്ലേയിങ് വിത്ത് ഹെർ ഫ്രണ്ട്സ് ഇൻ ദ മെഡോ. അവൾ ആ പുൽമേട്ടിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാനും അതുപോലെ പൂവിൻ്റെ ചുറ്റും പറന്ന് കളിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ ലിറ്റിൽ ടൈനി കളർഫുൾ ബട്ടർഫ്ലൈ ആണ് ബെല്ല. വെൻ ഷി സോ ടിമ്മി അണ്ടർ ദി ലീഫ്. ടിമ്മിനെ ലീഫിൻ്റെ അടിയിൽ കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്തു? ഷീ ഡിഡ് നോട്ട് വേസ്റ്റ് എനി ടൈം. അവൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഷീ ഫ്ലൂ ഡൗൺ ക്വിക്ലി. അവൾ പെട്ടെന്ന് താഴേക്ക് പറന്നു. ഷീ ഫ്ലാപ്ഡ് ഹെർ വിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. അവൾ അവളുടെ ചിറക് വീണ്ടും വീണ്ടും വീശിക്കൊണ്ടേയിരുന്നു. സ്ലോലി ദ ലീഫ് മൂവ്ഡ് അവേ. പതുക്കെ ആ ലീഫ് നീങ്ങിപ്പോയി. യു ആർ ഫ്രീ നൗ ടിമ്മി. ബെല്ല പറഞ്ഞു യു ആർ ഫ്രീ ആയി, നീ ഫ്രീ ആയിട്ടുണ്ടെന്ന് ബെല്ല പറഞ്ഞു വിത്ത് എ ബിഗ് സ്മൈൽ. അവൾ നല്ലൊരു ചിരിയോട് കൂടി പറഞ്ഞു. താങ്ക് യു ബെല്ല, യു ആർ സോ ലവ്ലി. ടിമ്മി സെഡ് ഹാപ്പിലി. ടിമ്മി സന്തോഷത്തോടെ പറഞ്ഞു യു ആർ സോ ലവ്ലി, നീ ഭയങ്കര സ്നേഹമുള്ളവളാണ്. താങ്ക് യു ബെല്ല. ദാറ്റ് ഈവനിങ് ഓൾ ദ അനിമൽ ഇൻ ദ മെഡോ ഗാദേർഡ് ടുഗദർ. അന്ന് വൈകുന്നേരം അവിടെയുള്ള എല്ലാ പുൽമേട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് കൂടി. ദേ ക്ലാപ്ഡ് ആൻഡ് ചിയേർഡ്. അവർ സന്തോഷത്തോടെ കൈ കൊട്ടുകയും പാട്ട് പാടുകയൊക്കെ ചെയ്തു എന്നാണ് പറയണത്. ബെല്ല ഈസ് ദ റിയൽ ഹീറോ. ബെല്ല ഈസ് അവർ ഹീറോ. ബെല്ലയാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. ബെല്ല ഫെൽറ്റ് പ്രൗഡ് ആൻഡ് ഹാപ്പി. അവൾക്ക് ഭയങ്കര പ്രൗഡായി തോന്നി, അതുപോലെ സന്തോഷമായി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വേർ ഡസ് ടിമ്മി ലൈവ്. ടിമ്മി എവിടെയാണ് താമസിക്കുന്നത്? ഇൻ എ ബിഗ് ഫോറസ്റ്റ്, ഒരു വലിയ കാട്ടിൽ. ഇൻ ദ ബിഗ് മെഡോ, ഒരു വലിയ പുൽമേട്ടിൽ. ഇൻ എ സ്മോൾ ഹൗസ്, ഒരു ചെറിയ വീട്ടിൽ. ഇൻ എ ഗാർഡൻ, ഒരു പൂന്തോട്ടത്തിൽ. എന്താണ് ഉത്തരം? ഇൻ എ ബിഗ് മെഡോ അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹെൽപ്പ് ഐ ക്യാൻ ഗെറ്റ് ഔട്ട് ഹൂ സെഡ് ദാറ്റ്. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞത് ആരാണ്? ടിമ്മിയാണല്ലേ. ടിമ്മിയാണ് അങ്ങനെ പറഞ്ഞത് അല്ലേ? ടിമ്മിന്ന് എഴുതി വെക്കുക കേട്ടോ. അടുത്തത് വാട്ട് ഹാപ്പൻ ടു ടിമ്മി ദ ആൻഡ്. എന്താണ് ടിമ്മി, അതായത് ആ ഉറുമ്പ്, ടിമ്മിക്ക് എന്താണ് സംഭവിച്ചത്? ഹി ഗോട്ട് സ്റ്റക്ക് അണ്ടർ എ ലീഫ്. അവനൊരു ലീഫിന്റെ താഴെ സ്റ്റക്കായി പോയി. ഹി ഫെൽ ഇൻ ടു എ റിവർ. അവനൊരു ആറ്റിൽ വീണു, അതായത് പുഴയിൽ വീണു. ഹി ഗോട്ട് ലോസ്റ്റ് ഇൻ ദ മെഡോ. അതായത് ആ പുൽമേട്ടിൽ അവൻ കാണാതായി. ഹി റീച്ച്ഡ് എ ഫോറസ്റ്റ്. അവനൊരു ഫോറസ്റ്റിലെത്തി എന്നാണ് പറയണത്. എന്താണ് ടിമ്മിക്ക് സംഭവിച്ചത്? ഹി ഗോട്ട് സ്റ്റക്ക് അണ്ടർ എ ലീഫ്. അങ്ങനെയാണല്ലോ അല്ലേ നമ്മൾ വായിച്ചത്? ഹി ഗോട്ട് അണ്ടർ എ ലീഫ്. ഹി ഗോട്ട് സ്റ്റക്ക് അണ്ടർ എ ലീഫ്. അവനൊരു ഇലയുടെ അടിയിൽ വെട്ട് സ്റ്റക്ക് ആയതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ബെല്ല ഹെൽപ്പ് ടിമ്മി. എങ്ങനെയാണ് ബെല്ല ടിമ്മിനെ സഹായിച്ചത്? ഷീ കോൾഡ് ഫോർ ഹെൽപ്പ്. അവൾ സഹായത്തിന് വേണ്ടിയിട്ട് ആരൊക്കെ വിളിച്ചു. ഷീ ഫ്ലാപ്ഡ് ഹെർ വിങ്സ് ആൻഡ് മൂവ്ഡ് ദ ലീഫ്. അവൾ അവളുടെ ചിറകൾ വീശിയിട്ട് ഏലേനെ മൂവ് ചെയ്തു. ഷീ ക്യാരിഡ് ഹിം ടു അനദർ ഫ്ലവർ. അവനെ വേറൊരു പൂവിലേക്ക് കൊണ്ടുപോയി. ഷീ ടുക്ക് ഹിം ടു ദി ഗ്രൗണ്ട്. അവൾ അവനെ ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയണത്. എന്താണ് ആൻസർ? ഷീ ഫ്ലാപ്ഡ് ഹെർ വിങ്സ് ആൻഡ് മൂവ്ഡ് ദ ലീഫ് അല്ലേ? അങ്ങനെയല്ലേ? ഇനി ആക്ടിവിറ്റി 2ലേക്ക് വന്നു കഴിഞ്ഞാൽ റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള പാസേജ് വായിക്കുക, തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അർജുൻ യൂസ്ഡ് എ വീൽ ചെയർ ടു മൂവ് അറൗണ്ട്. അർജുൻ ഒരു വീൽ ചെയർ ചുറ്റും പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹി വാസ് ഗുഡ് അറ്റ് ഡ്രോയിങ്. അവൻ നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണ്. മൺഡേ ഹിസ് ടീച്ചർ മിസ് മേരി ഗേവ് ഹിം എ ബോക്സ് ഓഫ് ബ്രൈറ്റ് പെയിന്റ് ആൻഡ് ബ്രഷസ്. ഒരു ദിവസം മേരി എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ ടീച്ചർ അവന് ബ്രൈറ്റ് പെയിന്റും അതുപോലെ ബ്രഷസും, നല്ല പെയിന്റും ബ്രഷുകളൊക്കെ കൊടുത്തിട്ട് അവൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? അർജുൻ യുവർ ഹാൻഡ്സ് ഹാവ് ഗോട്ട് മാജിക്. അർജുൻ നിന്റെ കൈകൾക്ക്, നിന്റെ വരകൾക്ക് നല്ലൊരു മാജിക് പവർ ഉണ്ട്. യൂസ് ഇറ്റ്, അത് ഉപയോഗിക്കൂ. അർജുൻ സ്റ്റാർട്ടഡ് ടു പെയിന്റ്. അങ്ങനെ എന്ത് ചെയ്തു? അർജുൻ പെയിന്റ് ചെയ്യാൻ തുടങ്ങി. ഹി പെയിന്റഡ് ഹൈ മൗണ്ടെയിൻസ്, ഡീപ് ബ്ലൂ ഓഷ്യൻസ് ആൻഡ് ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദി സ്കൈ. അവൻ വലിയ വലിയ മലകൾ, അതുപോലെ നല്ല നീല കടല്, അതുപോലെ പക്ഷികളൊക്കെ ആകാശത്ത് പറക്കുന്ന ചിത്രങ്ങൾ, അതുപോലെയൊക്കെ വരയ്ക്കാൻ തുടങ്ങി. വെൻ ഹി സ്റ്റാർട്ടഡ് പെയിന്റിങ്. അവൻ പെയിന്റ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഹി ഫോർഗെറ്റ് അബൌട്ട് ഹിസ് വീൽ ചെയർ. അവൻ്റെ വീൽ ചെയറിനെ മറന്നേ പോയി. എവരിവൺ ലവ്ഡ് അർജുൻസ് പെയിന്റിങ്. എല്ലാവരും അവൻ്റെ പെയിന്റിങ് ഇഷ്ടപ്പെട്ടു. ഹിസ് പെയിന്റിങ് വോൺ ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ ഹെൽഡ് ഇൻ കണക്ഷൻ വിത്ത് ദ സ്കൂൾ ആനിവേഴ്സറി സെലിബ്രേഷൻ.
അവൻ്റെ സ്കൂളിൽ നടന്നിട്ടുള്ള ആനിവേഴ്സറി സെലിബ്രേഷന് അവൻ്റെ പെയിൻറ്റിങ്സ് ഫസ്റ്റ് പ്രൈസ് മേടിച്ചു എന്നാണ് പറയണത്. ഹിസ് ഫ്രണ്ട്സ് ചിയേർഡ് ലൗഡ്ലി ഫോർ ഹിം. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവന് നേരെ ഭയങ്കര സന്തോഷത്തോടെ ആർപ്പ് വിളിച്ചു. അർജുൻ വാസ് വെരി ഹാപ്പി. അർജുൻ ഭയങ്കര സന്തോഷമായി. ഹി റിയലൈസ്ഡ് ദാറ്റ് ഹിസ് ടാലൻറ്റ് വാസ് സ്ട്രോങ്ങർ ദാൻ ഹി തോട്ട്. അവൻ വിചാരിച്ചാലും അധികമാണ് അവൻ്റെ ശക്തിയെന്ന്, അവൻ്റെ ടാലൻ്റ് എന്ന് അവന് മനസ്സിലായി. ഹി ഫെൽറ്റ് പ്രൗഡ് ആസ് എൻ ആർട്ടിസ്റ്റ്. അവനൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഭയങ്കര അഭിമാനം തോന്നി എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ അർജുൻ യൂസ്ഡ് എ ഡാഷ് ടു മൂവ് അറൗണ്ട്. അർജുൻ ചുറ്റും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തോ ഉപയോഗിച്ചിരുന്നത്. എന്താണ് ഉപയോഗിച്ചിരുന്നത്? പറഞ്ഞോ, എ വീൽ ചെയർ അല്ലേ, ഒരു വീൽ ചെയർ ആണ് ഉപയോഗിച്ചിരുന്നത്. ഹു ഗേവ് അർജുൻ എ ബോക്സ് ഓഫ് പെയിന്റ് ആൻഡ് ബ്രഷസ്. ആരാണ് അർജുന് ഒരു ബോക്സ് പെയിന്റും ബ്രഷസും കൊടുത്തത്? ഫ്രണ്ട്, മദർ, ടീച്ചർ, ഫാദർ. ആരാണ് കൊടുത്തത്? ടീച്ചറാണല്ലേ കൊടുത്തത്. അപ്പോൾ ഓപ്ഷൻ സി ടീച്ചർ എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് വീഴും. വാട്ട് ഡിഡ് അർജുൻ പെയിന്റ്? അർജുൻ എന്താണ് പെയിന്റ് ചെയ്തത്? ഹൈ മൗണ്ടെയ്ൻസ്, വലിയ മലകൾ, ഡീപ് ബ്ലൂ ഓഷ്യൻസ്, നല്ല നീല സമുദ്രം, ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ, പക്ഷികൾ ആകാശത്ത് പറക്കുന്നത്, ഓൾ ഓഫ് ദി അബവ്, മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം. മുകളിൽ പറഞ്ഞ എല്ലാതും വരച്ചിട്ടുണ്ടല്ലേ അർജുന്. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. പിക്ക് ദ വേർഡ് ഫ്രം ദി പാസേജ് വിച്ച് മീൻസ് ഷൗട്ട് ഫോർ ജോയ് ഓർ ഇൻ പ്രൈസ് ഓർ എൻകറേജ്മെന്റ്. അതായത് അവരെ ജോയ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉയർത്താൻ വേണ്ടിയിട്ട്, എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാന്നുള്ള അർത്ഥം വരുന്ന ഒരു വാക്ക് ഈ പാസേജിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നാണ് പറയണത്. എന്താണ്? ചിയർ എന്നാണ് കേട്ടോ ആ വാക്ക് വരുന്നത്. ചിയർ എന്നാണ്. അർജുൻ വാസ് പ്രൗഡ് ടു ബി എ ഡാഷ്. അർജുൻ വാസ് പ്രൗഡ് ടു ബി എൻ ആർട്ടിസ്റ്റ് അല്ലേ. അർജുൻ വാസ് പ്രൗഡ് ടു ബി എൻ ആർട്ടിസ്റ്റ്. ഒരു ആർട്ടിസ്റ്റ് ആയ നിലയിലാണ് അർജുന് എന്തായത് അഭിമാനം തോന്നിയത് അല്ലേ. അടുത്തത് എന്താണ്? ഒരു പിക്ചർ സ്റ്റോറിയാണ്. ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് ഒരു സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം? എ ബ്ലൈൻഡ് മാൻ വാണ്ട് ടു ക്രോസ് ദ റോഡ്. ദർ ആർ സം പീപ്പിൾ അറൌണ്ട് ഹിം. നോ വൺ ഹെൽപ്പ് ഹിം ടു ക്രോസ്. അപ്പു saw the blind man struggle. He was on opposite side of the road. Appu crossed the road and reached near the man, took his hand and helped to cross. The traffic police watched all this. Appreciate Appu to his kindness. അടുത്ത എന്താണ്? ഒരു കോൺവെർസേഷൻ ആണ്. ഫ്ലവറിംഗ് പ്ലാന്റ് വാസ് വെയിറ്റിംഗ് ഫോർ ദ റെയിൻ. അങ്ങനെ ഫ്ലവറും റെയിൻ ഡ്രോപ്പും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കാം. പെട്ടെന്ന് ഒരു മഞ്ഞുതുള്ളി പൂവിലേക്ക് വീണു. ഫ്ലവർ, താങ്ക് യു റെയിൻ ഡ്രോപ്പ്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു മഴത്തുള്ളി എന്നാണ് ഫ്ലവർ പറയണത്. റെയിൻ ഡ്രോപ്പ്, യു ആർ വെൽക്കം ഡിയർ ഫ്ലവർ, ഐ കെയിം ടു ഹെൽപ്പ് യു ഗ്രോ. ഫ്ലവർ, യുവർ ടച്ച് ഈസ് സോ കൂൾ ആൻഡ് ജെന്റിൽ. Raindrop, I will bring more friends to refresh you. Flower, that makes so happy. I feel alive. Raindrop, keep blooming beautifully. Ninnu learned letters and words. She started to read storybooks. She shared her happiness with her friends. അക്ഷരങ്ങളും വാക്കുകളൊക്കെ പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. അവള് ബുക്സ് വായിക്കാൻ തുടങ്ങി. അവളുടെ സന്തോഷം അവളുടെ ഫ്രണ്ട് മുത്തുമായിട്ട് ഷെയർ ചെയ്തു. നിന്നു പറഞ്ഞു, എന്താ പറഞ്ഞത്? മുത്തുവിനെ ഐ ക്യാൻ റീഡ് സ്റ്റോറി. മുത്തു, എനിക്കിപ്പോൾ ബുക്സ് സ്റ്റോറീസ് വായിക്കാൻ കഴിയും. മുത്തു എന്ത് പറഞ്ഞു? ദാറ്റ്സ് വണ്ടർഫുൾ നിന്നു, അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഐ ആം വെരി ഹാപ്പി ഫോർ യു, എനിക്ക് ഭയങ്കര സന്തോഷമായി. നിന്നു, താങ്ക് യു മുത്തു, റീഡിങ് സ്റ്റോറി ഈസ് ഫൺ. മുത്തു, വിച്ച് സ്റ്റോറി ഡു യു ലൈക്ക് ദി മോസ്റ്റ്? നിന്നു, ഐ ലൈക്ക് ഫെയറി ടൈൽസ്, ദേ ആർ വെരി ഇൻട്രസ്റ്റിംഗ്. മുത്തു, ദാറ്റ്സ് നൈസ്. വിൽ യു റീഡ് എ സ്റ്റോറി ഫോർ മീ? അത് നന്നായിട്ടുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോറി പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നമുക്കൊരു ചെറിയൊരു സംഭാഷണം എഴുതിയെടുക്കാം. അടുത്തത് എന്താണ്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ദി ചിൽഡ്രൻ ഓഫ് ക്ലാസ് 4 അലോങ് വിത്ത് ദർ ടീച്ചർ സെറ്റപ്പ് എ ന്യൂ ലൈബ്രറി ഇൻ ദർ സ്കൂൾ. കുട്ടികൾ ടീച്ചേഴ്സിന്റെ കൂടെ ചേർന്നിട്ട് ഒരു ലൈബ്രറി ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ആദ്യം ഹെഡിങ് വേണം. Grand opening of our school library. A new library is opened by the students of class 4 with their children, with their teacher. Come and explore a wonderful world of books, storybooks, picture books and more. Get place for reading, learn and grow every day. Visit our library today. Read more, know more. ഇനി അതിൽ ബി ക്വസ്റ്റിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. ദിൽന സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ ഫുഡ് ഫെസ്റ്റ് ഇൻ ഹെയർ സ്കൂൾ. അവരുടെ സ്കൂളിൽ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ഫുഡ് ഫെസ്റ്റിവൽ, ഡോണ്ട് മിസ് ഔട്ട്. ദിൽന സ്കൂൾ പ്രൗഡ്ലി പ്രസൻസ് എ ഗ്രാൻഡ് ഫുഡ് ഫെസ്റ്റ്. ഡേറ്റ് കൊടുക്കാം, ടൈം കൊടുക്കാം, അതുപോലെ വെന്യൂ കൊടുക്കാം. എൻജോയ് വെറൈറ്റി ഓഫ് ഡിലീഷ്യസ് ഫുഡ് ഫ്രം ഡിഫറെൻറ്റ് cuisines. Fun games and exciting activities. Special stalls by students and teachers. Bring your friends and family for a day full of taste and fun.
എൻട്രി ഫ്രീ ആണ്, ഓൾ ആർ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. കം ഈറ്റ് ആൻഡ് സെലിബ്രേറ്റ് വിത്ത് us എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിടാം. മക്കളെ ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്കിതിൽ ഫുൾ മാർക്കാണ്. പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം.